ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉറക്കെ പറയൂ. കേട്ടില്ല. അതാണ് ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോണത് ഫ്രാൻസിലെ തന്നെ വേറൊരു സ്റ്റേറ്റ് ആയിട്ടുള്ള നോർമണ്ടിയിലേക്കാണ് പോണത്. നോർമണ്ടിയിലെ റൂയിൻ അതുപോലെ തന്നെ ഡയപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ കാണാനായിട്ടാണ് പോണത്. അപ്പോൾ ഏട്ടനതിന് മുന്നേ പാരീസിൽ വന്നിട്ട് ഫ്രാൻസിൽ വന്ന സമയത്ത് ഈ ഡയപ്പിലൊക്കെ പോയിട്ട് നോർമണ്ടിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് 2020 മാർച്ച് 2-നാണ് ഉണ്ടായത്. അപ്പോൾ അതിന് മാർച്ച് 1-ാം തീയതിയാണ് ഫ്രാൻസിൽ നിന്ന് തിരിച്ചെത്തണത്. അന്ന് അവനൊരു കുഞ്ഞൊരു ടെഡി ബെയർ നോർമണ്ടി എന്നൊക്കെ എഴുതിയിട്ടുള്ള ടെഡി ബെയർ ഫസ്റ്റ് കുഞ്ഞുണ്ണിക്കുള്ള കളിപ്പാട്ടം വാങ്ങിക്കൊണ്ടുവന്നത് അവിടെ നിന്നാണ്. അതാണ് നോർമണ്ടിയിലേക്കുള്ള ഇന്നത്തെ യാത്രയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ സ്ഥലം കാണാനായിട്ടാണല്ലോ പോണേന്ന് ആലോചിക്കുമ്പോൾ. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടോ. ഇപ്പോൾ അവിടെ സമയം 5 മണി 5:30 ആയിട്ടേ ഉള്ളൂ. നല്ല വിശപ്പുണ്ട് പോണ വഴിക്ക്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് നല്ല വിശക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാൻ വെച്ചിട്ട് കയറിയതാണ്. ക്രോസാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഞങ്ങളിപ്പോൾ സെയിൻറ്റ് ഓയിന്ന് സെയിൻറ്റ് ലസാർ എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത്. നമ്മൾ റോയിനിലേക്ക് പോണത് ട്രെയിനിലാണ് പോണത്. ഇവിടുത്തെ SNCF എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനിലാണ് നമ്മൾ പോണത്. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ സെയിൻറ്റ് ലസാറിലെത്തി. റെയിൽവേ സ്റ്റേഷനിലാണിത്. നമ്മുടെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ പോയിരുന്നില്ല കേട്ടോ. നല്ല എയർപോർട്ട് പോലത്തെ റെയിൽവേ സ്റ്റേഷനായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഞങ്ങൾ ഇതൊന്നും എടുത്തിട്ടില്ല, റെയിൽവേ ടിക്കറ്റൊന്നും പ്രിൻ്റ് എടുത്തിട്ടില്ലേ. നമ്മളെല്ലാം സാധാരണ മൊബൈലിൽ കാണിച്ചാൽ മതി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു സേഫ് സൈഡിൽ ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലോ വെച്ചിട്ട് പ്രിൻ്റ് എടുക്കണമായിരുന്നു. പക്ഷെ കുറേ നോക്കിയിട്ടും അങ്ങനെ പ്രിൻ്റ് എടുക്കുന്ന സ്ഥലമൊന്നും കണ്ടില്ല. വലിയൊരു റെയിൽവേ സ്റ്റേഷനാട്ടോ. നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ നടക്കാൻ കുറേ ഇതെടുത്തു. അണ്ടർഗ്രൗണ്ടിലാണ് സ്റ്റേഷനുകളെല്ലാം. മെട്രോ ഉണ്ട്. പിന്നെ അതിൻ്റെയും താഴെയാണ് ഈ SNCF എന്നാണ് അവരുടെ റെയിൽവേനെ പറയുന്നത്. SNCFൻ്റെ ട്രെയിനുകളൊക്കെ വരുന്നത് അതിൻ്റെയും താഴെയാണ്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. അങ്ങനെ പ്രിൻ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണ് മനസ്സിലായത്. അങ്ങനെ പ്രിൻ്റ് എടുക്കാൻ പോവുകയാണ് ഇപ്പോൾ. നമുക്ക് ട്രെയിനിൻ്റെ അടുത്തേക്ക് പോവാം. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ട്രെയിനുകളൊക്കെ വരിക. അവസാനം നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലെത്തി. കിടക്കുന്ന ട്രെയിൻ പോലത്തെ ഒരു ട്രെയിനാണ് നമ്മൾ കയറാൻ പോകുന്നത്. അത് നോർമണ്ടിയിലേക്ക് തന്നെയാണല്ലോ. അത് തന്നെയാണോ എന്നും അറിയില്ല കേട്ടോ. ഇനി പറയൂ, എവിടെ പോണേ പറയൂ. നമ്മളിപ്പോ എവിടെ പോണേ? നോർമണ്ടിക്ക് പോവാ. അവിടെ ബീച്ചാ. എങ്ങനെയാ പോണേ പറഞ്ഞു? ബൈക്കിലല്ല പോണേ. എങ്ങനെയാ പോണേ പറഞ്ഞോളൂ. കാറിലല്ല. എങ്ങനെയാ പോണേ? പിന്നെ ഫ്ലൈറ്റോ? എങ്ങനെയാ പോണേ? എങ്ങനെയാ
പോലീസുകാർ കൊണ്ടുപോകുന്നില്ലേ പോലീസ് സ്റ്റേഷൻ എങ്ങനെയാ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിലേ. അങ്ങനെ നമ്മളിതാ ടൈം ആയപ്പോൾ ട്രെയിനിൽ കയറി. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഉള്ള പൈലറ്റിനെ പോലെയാണ് കേട്ടോ ട്രെയിനിലെ ലോക്കോ പൈലറ്റിൻ്റെ അപ്പിയറൻസ്. നല്ല നല്ല സ്റ്റൈലായിട്ടാണ് അവർ, നല്ല ക്യാപ്പും ഒക്കെ നല്ല സെറ്റപ്പായിട്ടാണ് അവരുടെ ഒരു, നമ്മുടെ സാധാരണ ഒരു നമ്മുടെ അവിടുത്തെ ഒന്നും ഒരു ലോക്കോ പൈലറ്റിനെ പോലെയല്ല, ഒരു പൈലറ്റ് ഗെറ്റപ്പാണ് തോന്നി കണ്ടപ്പോൾ. ട്രെയിനിൻ്റെ ഉള്ളിലും അടിപൊളിയാട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര, നോർമണ്ടിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. വലിയ സ്റ്റേഷനായിരുന്നു കേട്ടോ സെയിൻറ്റ് ലസാറ്. മെട്രോയും അതുപോലെ തന്നെ SNCFൻ്റെ ട്രെയിൻസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറേ ട്രാക്കുകളും ഉണ്ട്. പാരലലി തന്നെ കുറേ ട്രെയിനുകൾ ഓടുന്നുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. എനിക്കും അതെ, നല്ല ഉറക്കം വരുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് സമയമുണ്ട് നോർമണ്ടിയിലേക്ക് എത്താനേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഉറക്കമൊക്കെ കഴിയുമ്പോഴേക്കും എത്തിക്കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവില്ല. വീടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഇതാണ് കേട്ടോ യൂറോപ്പും ഇന്ത്യയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ് പല കാര്യങ്ങളിലും. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എല്ലാം തരത്തിലും ഭയങ്കര വ്യത്യാസം എന്ന് തോന്നും. ഞങ്ങൾ ഇതിനു മുന്നേ ഫുക്കട്ട് പോയിരുന്നു, ആ സമയത്ത് ഇത്ര വ്യത്യാസം തോന്നിയിരുന്നില്ല. സാൻഡ്വിച്ച് പോലെ ആക്കി ഞാൻ കുഞ്ഞുണ്ണിക്ക് കയ്യിലെടുത്തായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ബ്രെഡും പിന്നെ അതുപോലെ ഈ സാൻഡ്വിച്ച് സ്പ്രെഡ് പോലെ ഒരു സാധനം വാങ്ങിയിരുന്നു. അപ്പോൾ അത് ഒക്കെ ആണ് രാവിലെ കഴിക്കാനെടുത്തത്. പിന്നെ ക്രൂസാൻ വാങ്ങിയതും ഉണ്ടായിരുന്നു. അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ റോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഡയപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വേറൊരു ട്രെയിൻ എടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഡയപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഡയപ്പിലെ സ്റ്റേഷനിൽ ഇറങ്ങി. സോട്ടി എന്ന് പറഞ്ഞാൽ എക്സിറ്റ് എന്നാണ് കേട്ടോ ഈ ഫ്രഞ്ചിൽ പറയണേ. അപ്പം അതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ ഫ്രഞ്ചിൽ പഠിച്ചു. കുഞ്ഞിന് നല്ല ഉറക്കവും ആയതുകൊണ്ടേ അവന് വാശിയുണ്ടാണ് ഏട്ടൻ ഇങ്ങനെ എടുത്തേക്കണേ. ചെന്നൊന്ന് ഉഷാറാക്കണം. ഏതെങ്കിലും പാർക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ പാർക്കിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ഒരു ഗാർഡൻ പോലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പാർക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ആ ഗാർഡനിൽ കുറച്ച് നേരം അവനെ നടത്തി അവനൊന്ന് ഓടിക്കളിച്ചാലൊക്കെ ഉഷാറാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോൾ ആ ഗാർഡനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു പാർക്ക് കിട്ടിട്ടോ കുഞ്ഞുണ്ണി ഉഷാറാവാൻ വേണ്ടിയിട്ട്. ആ നന്നായേനെ. അങ്ങനെ ഞങ്ങള് ഡയപ്പില് ആ പാർക്കിന്ന് ഡയപ്പിലെ തന്നെ ഒരു പെബിൾ ബീച്ച് ഉണ്ട്. ആ പെബിൾ ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പെബിൾ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാണുന്ന വലിയൊരു കത്തീഡ്രൽ കണ്ടത്. കത്തീഡ്രൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, നല്ല പഴക്കമുണ്ട്. പേരെന്താണെന്നറിയില്ല. ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ആ കത്തീഡ്രൽ കണ്ടത്. അപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിലത്തെ സ്ട്രക്ചേഴ്സൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് തോന്നും നല്ല പഴക്കമുള്ളൊരു കത്തീഡ്രലാണെന്ന്. എനിക്ക് ശരിക്കും ഒരു പേടിയാണ് തോന്നിയത്. നമ്മൾ ഈ ഹൊറർ സിനിമയിലൊക്കെ കാണുന്ന ഒരു കൈൻഡ് ഓഫ് കത്തീഡ്രൽ പോലെയാണ് തോന്നിയത്. ഒട്ടും മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളതല്ല. ഈ പറഞ്ഞ പോലെ ആ ഒരു പഴക്കമൊക്കെ ഉള്ളപ്പോൾ ശരിക്കും അങ്ങനത്തെ ഇതല്ലേ ക്യാപ്ചർ ചെയ്യുന്നത്. ഈ സിനിമയിലൊക്കെ മൂവീസിലൊക്കെ അവർ യൂസ് ചെയ്യുന്നതൊക്കെ അങ്ങനത്തെ. അപ്പോൾ ആ ഒരു തരത്തിലുള്ള സ്ട്രക്ചറാണ് ഫീൽ ചെയ്തത്. ഇവിടെ ഒരു പ്രത്യേകത തോന്നിയത് എന്താ വെച്ചാൽ യേശുദേവൻ്റെ അവസാന നിമിഷങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിന്നെയും നമ്മുടെ പെബിൾ ബീച്ചിലേക്കുള്ള യാത്ര തുടർന്നു. അവിടെ ചെല്ലാറായപ്പോൾ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റും ആ കടൽ തീരത്തിൻ്റെ കാറ്റ്. ഇത് ശരിക്കും നോർത്തേൺ ഫ്രാൻസാണ് ഈ ഡയപ്പ് എന്ന് പറയുന്നത്. ഇറങ്ങിയ വെള്ളത്തില് ഇന്നിങ്ങടെ ഓടി വരൂ. ഓടി ഓടി ഓടി. ഇടി 1 2 3 ഇതിനെ ഓടിച്ചോളൂ. വാ കണ്ട
കഴിഞ്ഞു. ഈ കാണുന്ന സ്ട്രക്ചറാണ് 1942 അഡായി പരേഡ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കിയതാണ്. ഡയപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർബർ അല്ലെങ്കിൽ ഒരു സീ പോർട്ട് പോലെയുണ്ട്. അപ്പോൾ ആ വഴിയാണ് ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് നടന്നത്. ഏകദേശം നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തന്നെ ഒരു ഫലാഫൽ കഴിച്ചു. നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു ഭക്ഷണം ആദ്യമായിട്ടാണ്. അപ്പോൾ ഫലാഫലും ഫ്രഞ്ച് ഫ്രൈസും ആണ് തന്നത്. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ ശരിക്കും നമ്മുടെ പരിപ്പ് വടയില്ലേ, അതിൻ്റെ ഒരു ചെറിയ സാധനം പോലെ ഉണ്ടാവും. ആ പരിപ്പ് വട അങ്ങനെ വെച്ചിട്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസും. കുഞ്ഞുണ്ണി ഫസ്റ്റ് ടൈമാണ് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നത്. നല്ല ഇഷ്ടമായി. പിന്നെ ഒരു സോസും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ. അത് മുക്കി കഴിക്കാനായിട്ട് നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പുമായിരുന്നു, അതുകൊണ്ടും കൂടെ നല്ല സ്വാദുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് റോയിനിലേക്കാണ്. റോയിനിലേക്ക് പറഞ്ഞ പോലെ ട്രെയിൻ കയറി, ടൈപ്പിൽ നിന്ന് ട്രെയിൻ കയറി റോയിനിലെത്തി. റോയിനിൽ മെയിനായിട്ട് കണ്ടത് റോയിൻ കത്തീഡ്രലാണ്. റോയിൻ കത്തീഡ്രൽ ഈ പറഞ്ഞ പോലെ നല്ല പഴക്കമുള്ളൊരു കത്തീഡ്രലാണ്. നല്ല വലുതാണത്. നമുക്ക് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. അത് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ നല്ല ഹൈറ്റും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നിലോട്ടും കുറേ ഉണ്ട് അത്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ആ ഒരു ഏരിയ ഫുള്ള് കിടക്കുന്നത്, സറൗണ്ടിങ് ഫുള്ള് കിടക്കുന്നത്. Valladolid. ഇവിടെ അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് റോയിൽ നിന്ന് SNCFൻ്റെ ട്രെയിൻ എടുത്ത് സെയിൻറ്റ് ലസാറിലെത്തി. സെയിൻറ്റ് ലസാറിൽ നിന്ന് പിന്നെ ആദ്യം നമ്മൾ മെട്രോ എടുത്തിട്ട് സെയിൻറ്റ് ഓയിനിൽ പോയി നമ്മുടെ വീട്ടിലേക്കുള്ള യാത്രയാണിത്. അങ്ങനെ ഇന്നത്തെ നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ വിചാരിച്ച ഒരു യാത്രയാണ് ഈ നോർമണ്ടി യാത്ര.
നമ്മുടെ എന്താ ശരിക്കും ഒരു യൂറോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു സിറ്റി ടൂറിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇന്നുണ്ടായിരുന്നത്. നമ്മളെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഒരു സുഖമുള്ളൊരു യാത്രയായിരുന്നു ഇന്നത്തെ. അത്രയും നമ്മൾ ശരിക്കും നല്ല ക്വയറ്റ് ആയിട്ടുള്ള ഇവിടെ ഡയപ്പിൽ ജീവിച്ച ആൾക്കാർക്ക് പാരീസിലൊക്കെ വന്ന് ജീവിച്ചാൽ ശരിക്കും ഭയങ്കരമായിട്ട് അവർക്ക് ഇമ്പാക്റ്റ് തോന്നും. എന്താ വെച്ചാൽ അത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് ഭയങ്കര ക്രൗഡഡ് ആയിട്ടൊരു ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തുനിന്ന് ഒരു സിറ്റിയിലേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരുമ്പോൾ ആ ഒരു സെയിം അതിനേക്കാളും തോന്നും. അത്ര കാം ആൻഡ് ക്വയറ്റ് നിന്ന് ഭയങ്കര എന്താ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക്. അങ്ങനെ ഇന്നത്തെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു.